റോഡിയസ് നാളത്തെ എക്സാമിൽ ചോദിക്കാൻ സാധ്യതയുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ എല്ലാവരും ഒരു പെന്നും പേപ്പറും എടുത്ത് റെഡി ആയിട്ടിരിക്കുക. ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, ഫ്രണ്ട്സിന് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം. നമുക്ക് തുടങ്ങാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, ബേസ് എഡ്ജ് ഓഫ് എ സ്ക്വയർ പിരമിഡ് ഈസ് 10 സെന്റിമീറ്റർ ആൻഡ് ഇറ്റ്സ് ലാറ്ററൽ സർഫസ് ഏരിയ ഇസ് 260 സെന്റിമീറ്റർ സ്ക്വയർ. അതായത് സമചതുര സ്തൂപികയുടെ പാദവക്ക് 10 സെന്റിമീറ്ററും പാർശ്വതല പരപ്പളവ് 260 സെന്റിമീറ്ററുമാണ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം 2AL ആണ് ലാറ്ററൽ സർഫസ് ഏരിയ കാണാനുള്ള ഇക്വേഷൻ. അതായത് 2 × A എന്ന് പറയുന്നത് 10 ആണ്, L is equal to 260. അപ്പൊ L കാണാൻ എന്ത് ചെയ്താൽ മതി? 260നെ 2 × 10 20 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ L എന്ന് പറയുന്നത് നമുക്ക് കിട്ടും 13. ശരിയല്ലേ? L 13 ആണെന്ന് നമുക്ക് ആദ്യത്തെ സ്റ്റെപ്പിൽ തന്നെ കിട്ടും. ഇനി സ്തൂപികയുടെ ചരിവുയരം കണക്കാക്കുക. ആ ചോദ്യത്തിന്റെ ആൻസർ നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പിൽ തന്നെ ആൻസർ ചെയ്ത് വെച്ചു, 13 സെന്റിമീറ്റർ. ശരിയല്ലേ? ഉയരം കണ്ടുപിടിക്കണം. സെറ്റ് ആണല്ലോ. ഉയരം നമുക്ക് കണ്ടുപിടിക്കണം. അതൊക്കെ നമുക്ക് കണ്ടുപിടിക്കാം. വെയിറ്റ്, അതിനു മുമ്പ് ടോട്ടൽ സർഫസ് ഏരിയ എങ്ങനെയാ കാണാം? ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താ? ഉപരിതല പരപ്പളവ് കാണാൻ A² + 2AL. പാദപരപ്പളവും അതുപോലെ തന്നെ പാർശ്വതല പരപ്പളവും കൂട്ടിയാൽ മതി. A² എന്ന് പറയുമ്പോൾ 10² + 260, അതായത് 100ഉം 260ഉം കൂട്ടിയാൽ 360 സെന്റിമീറ്റർ സ്ക്വയർ. 360 സെന്റിമീറ്റർ സ്ക്വയർ ആണ് ആദ്യത്തെ ചോദ്യത്തിന്റെ ആൻസർ അല്ലെ? 360 സെന്റിമീറ്റർ സ്ക്വയർ. ഇനി നമുക്ക് എന്താ കാണേണ്ടത്? ഉയരം കണ്ടുപിടിക്കണം. റെഡി ആണല്ലോ? ഹൈറ്റ് ആണ് ഇനി നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. നമുക്കറിയാം അതായത് L² is equal to A/2 whole square plus H². L എന്ന് പറയുന്നത് 13 ആണ്, 13 സ്ക്വയർ. A 10 ആയതുകൊണ്ട് A എന്ന് പറയുന്നത് 10 ആയതുകൊണ്ട് 10ന്റെ പകുതി 5 സ്ക്വയർ പ്ലസ് H². ശരിയല്ലടാ? 13ന്റെ സ്ക്വയർ 169 is equal to 25 പ്ലസ് H². അങ്ങനെയാണെങ്കിൽ H² എത്രയാ? 169 മൈനസ് 25. H² എന്ന് പറയുന്നത് 169 മൈനസ് 25. ഡൗട്ട് ഇല്ലല്ലോ? അതിൽ നിന്ന് നമുക്ക് കിട്ടും H എന്ന് പറയുന്നത് H² 144 ആയതുകൊണ്ട് H എന്ന് പറയുന്നത് √144, അതായത് 12 സെന്റിമീറ്റർ. എത്രയാണ്? 12 സെന്റിമീറ്റർ എന്ന് നിങ്ങൾക്ക് ആൻസർ കിട്ടും. 12 സെന്റിമീറ്റർ ആണ് ഉയരം. ഇനി അവസാനമായിട്ട് നിങ്ങളോട് ചോദിച്ചാൽ എന്താണ്? വോളിയം. സോ വോളിയമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. വോളിയം ശ്രദ്ധിക്കുക. വോളിയം ഇസ് ഈക്വൽ ടു A²H ഡിവൈഡഡ് ബൈ 3 അല്ലെ? A² എന്ന് പറയുന്നത് 10ന്റെ സ്ക്വയർ ഇൻറ്റു ഹൈറ്റ് എന്ന് പറയുന്നത് 12 ഡിവൈഡ് ബൈ 3. 12ന്റെ 3 ഡിവൈഡ് ബൈ 4, 100 × 4 അല്ലെ? ദാറ്റ് ഈസ് ഈക്വൽ ടു 400 സെന്റിമീറ്റർ ക്യൂബ്. 400 സെന്റിമീറ്റർ ക്യൂബ് എന്ന് നിങ്ങൾക്ക് ആൻസർ കിട്ടും. സെറ്റ് അല്ലേ മക്കളെ? അടുത്ത ചോദ്യത്തിലേക്ക് നമ്മൾ പോവാണ്. ഒരു മെറ്റാലിക് സിലിണ്ടറിന്റെ റേഡിയസ് 12 സെന്റിമീറ്റർ ആണ്, ഹൈറ്റ് എത്രയാണ്? 18 സെന്റിമീറ്റർ ആണ്. അത് തന്നിട്ടുണ്ട്. എ കോൺ ഈസ് മെയ്ഡ് ബൈ മെൽറ്റിംഗ് ദിസ് സിലിണ്ടർ. അതായത് ഈ ഒരു ലോഹം കൊണ്ടുണ്ടാക്കിയ സിലിണ്ടർ ഉരുക്കിക്കൊണ്ട് നമ്മൾ എന്തുണ്ടാക്കുകയാണ്? ഒരു കോൺ ഉണ്ടാക്കുകയാണ്. ഉരുക്കിയിട്ട് ഒരു സാധനം, ഒരു സോളിഡ് ഉരുക്കിയിട്ട് മറ്റൊരു സോളിഡ് ഉണ്ടാക്കുമ്പോൾ എന്ത് മാറില്ല എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്? വോളിയം മാറില്ല എന്നാണ് പഠിച്ചിട്ടുള്ളത്. ശരിയല്ലേ? വോളിയം മാറില്ല. അങ്ങനെ വോളിയം മാറുന്നില്ലെങ്കിൽ നമുക്ക് ഈ ഹൈറ്റ് കണ്ടുപിടിക്കാമല്ലോ. കണ്ടുപിടിക്കാം. നോക്കിക്കോ, എ ക്വസ്റ്റ്യന്റെ ആൻസർ ദാറ്റ് ഈസ് വോളിയം ഓഫ് സിലിണ്ടർ ഇസ് ഈക്വൽ ടു വോളിയം ഓഫ് കോൺ. ഞാൻ എഴുതി വെച്ചേ. ഇനി ശ്രദ്ധിച്ചോ, വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ ചെയ്യാൻ പോവാണ്. സിലിണ്ടറിന്റെ വോളിയം π × r², 12 സ്ക്വയർ ഇൻറ്റു ഹൈറ്റ് 18, ദാറ്റ് ഈസ് ഈക്വൽ ടു 1/3 ഇൻറ്റു π ഇൻറ്റു റേഡിയസ് എത്രയാടാ? 9 സ്ക്വയർ ഇൻറ്റു ഹൈറ്റ്. ഇത്രയേ ഉള്ളൂ. ഇതിൽ രണ്ട് സൈഡിലും മക്കൾക്ക് പൈ കാണാൻ വെട്ടിക്കളഞ്ഞോ? രണ്ട് സൈഡിലുള്ള പൈ വെട്ടാം. ഇനി നിങ്ങൾ ചെയ്യേണ്ടതെന്ന് അറിയോ?
എച്ച് ആണ് നമുക്ക് കാണേണ്ടത്. എച്ച് ഒഴികെ ബാക്കി എല്ലാവരും 12 സ്ക്വയറിന് ഞാൻ 12 × 12 എഴുതി ഇൻറ്റു 18. താഴെയുള്ള 3 ഇങ്ങോട്ട് വരുമ്പോൾ ഇൻറ്റു 3. നോക്കിക്കേ, ഇവിടെ 1/3 താഴെയുള്ള 3 ഇങ്ങോട്ട് വരുമ്പോൾ എന്താ ഇവിടെ ഇൻറ്റു 3. ശരിയാണോ? ഡിവൈഡഡ് ബൈ ഇവിടെ എന്താ ഉള്ളത് ബാക്കി ഒരു 9 സ്ക്വയർ, അതിനെ ഇങ്ങോട്ട് എടുക്കുക. 9 × 9. സിമ്പിൾ. സെറ്റ് ആണോ? ഇനി ചെയ്ത് നോക്കോ. 12നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 4, 9നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 3, 12നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 4, 9നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 3. ആണോ? സെറ്റ് അല്ലേ? സെറ്റ്. ഇനി ഈ 3 കൊണ്ട് ഈ 3നെ അങ്ങ് വെട്ടിക്കളയാം. ഈ 3ഉം ഈ 18 ഡിവൈഡ് ചെയ്താൽ 6. ശരിയല്ലേ? 4 4 16, 16 6 96 സെന്റിമീറ്റർ. 96 സെന്റിമീറ്റർ എന്ന് നിങ്ങൾക്ക് ആൻസർ കിട്ടും. ഹൈറ്റ് നമുക്ക് 96 സെന്റിമീറ്റർ ആണെന്ന് കിട്ടും. അടുത്ത ചോദ്യം, ഹൗ മെനി കോൺ ഈസ് മെയ്ഡ് ബൈ മെൽറ്റിംഗ് ദി സിലിണ്ടർ വിത്ത് റേഡിയസ് 4 സെന്റിമീറ്റർ, ഹൈറ്റ് 9 സെന്റിമീറ്റർ? ബി ക്വസ്റ്റ്യൻ. ശ്രദ്ധിച്ചോ, ബി ക്വസ്റ്റ്യൻ. നമ്പർ ഓഫ് കോൺസ് ആണ് ചോദിച്ചത്. നമ്പർ ഓഫ് കോൺസ് ചോദിച്ചാൽ എങ്ങനെ കണ്ടുപിടിക്കും? That is equal to വോളിയം ഓഫ് സിലിണ്ടർ ഡിവൈഡഡ് ബൈ, വലിയ സിലിണ്ടർ ഒരുക്കിയിട്ട് ചെറിയ കോണാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ സിലിണ്ടറിന്റെ വോളിയത്തിനെ കോണിന്റെ വോളിയം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. That is equal to, that is pi into 12 square into 18 divided by 1/3 into pi into റേഡിയസ് എത്രയാണ്? 4. 4 സ്ക്വയർ ഇൻറ്റു ഹൈറ്റ് എത്രയാണ്? ഹൈറ്റ് 9. ശരിയല്ലേ? വെട്ടിച്ച് നമുക്ക് ആൻസർ കണ്ടുപിടിക്കാം. പയ്യും നമുക്ക് വെട്ടാം. 12 സ്ക്വയർ എന്നുള്ളതിനെ ശ്രദ്ധിച്ചേ മക്കളെ, നമുക്ക് ചെയ്യാനുള്ള എളുപ്പത്തിന് ഞാൻ എന്ത് ചെയ്യാന്നറിയോ? നോക്കോ, 12 ഈ 3നെയും ഈ 9നെ വെട്ടിക്കൂടെ? 9നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത് എത്രയാ? 3. ഓക്കെ ആണല്ലോ. ഇനി നമ്മൾ ചെറുതാക്കുന്നത് നോക്കിയേ, 12 × 12 × 18 ഡിവൈഡഡ് ബൈ 4 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4 × 4 × 3. സെറ്റ് ആണോ? സെറ്റ് ആണോ? 12നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 3, 12നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 3, 18നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 6. 3 × 3 × 6 ആണ് ചെയ്യേണ്ടത്. അത്രേ ഉള്ളൂ. സിമ്പിൾ. 3 3 9 9 6 54 എന്ന് നിങ്ങൾക്ക് ആൻസർ കിട്ടും. 54 ആണ് എണ്ണം. സെറ്റ് ആണോ? 54 ആണ് നമ്മളുടെ എണ്ണം എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് കോമ്പിനേഷൻ ഓഫ് സോളിഡ്സുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. അതായത് രണ്ട് ഘനരൂപങ്ങൾ ചേർത്ത് വെച്ചുകൊണ്ട് മൂന്നാമതൊരു ഘനരൂപം ഉണ്ടാക്കുക, അല്ലെങ്കിൽ 3 ഘനരൂപങ്ങൾ ചേർത്ത് വെച്ചുകൊണ്ട് മറ്റൊരു ഘനരൂപം ഉണ്ടാക്കുന്നതുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. അതായത് 2 സോളിഡ്സ് ചേർത്ത് വെച്ചിട്ട് മൂന്നാമതൊരു സോളിഡ്. ഇവിടെ നോക്കുക, ഒരു ഹെമിസ്ഫിയർ അഥവാ അർദ്ധഗോളവും അതുപോലെ തന്നെ ഒരു കോണുമാണ് ചേർത്ത് വെച്ചിട്ടുള്ളത്. ഇവിടെ തന്നിട്ടുള്ള കാര്യങ്ങൾ എന്താ നോക്കാം. സെയിം ആണ് ഇതിന്റെ രണ്ടിന്റെയും റേഡിയസ്. ഓക്കെ, ഇതിന്റെ രണ്ടിന്റെയും റേഡിയസ് സെയിം ആണ്. ഇനി റേഡിയസ് ഓഫ് ഹെമിസ്ഫിയർ 6 സെന്റിമീറ്റർ ആണെങ്കിൽ ഇവിടുന്ന് താഴോട്ടുള്ള നീളം, ഇവിടുന്ന് താഴോട്ടുള്ളതും എത്ര തന്നെയാണ്? 6 സെന്റിമീറ്റർ. അതിലൊരു ഡൗട്ടും വേണ്ട, 6 സെന്റിമീറ്റർ. ഇനി ഇതിന്റെ മൊത്തം ഹൈറ്റ് എത്രയാ? മൊത്തം ഹൈറ്റ് 14 ആണെങ്കിൽ കോണിന്റെ ഹൈറ്റ് എത്രയാ? 8 സെന്റിമീറ്റർ. ഉറപ്പല്ലടാ? ഉറപ്പല്ലേ? 8 സെന്റിമീറ്റർ. 8ഉം 6ഉം കൂടെ കൂട്ടിയാലല്ലേ 14. ശരിയല്ലേ? 8ഉം 6ഉം കൂട്ടിയാലല്ലേ 14. ഇപ്പൊ 8 സെന്റിമീറ്റർ. ഓക്കെ, വൃത്തസ്തൂപിയുടെ ഉയരം 8 സെന്റിമീറ്റർ. ഇനി അർദ്ധഗോളത്തിന്റെ വക്രമുഖ പരപ്പളവ് എന്ത്? കർവ്ഡ് സർഫസ് ഏരിയ ഓഫ് എന്താണ്? ഹെമിസ്ഫിയർ. ദാറ്റ് ഈസ് 2πr². ബി ക്വസ്റ്റ്യന്റെ ആൻസർ, കർവ്ഡ് സർഫസ് ഏരിയ ഓഫ് ഹെമിസ്ഫിയർ, അർദ്ധഗോളത്തിന്റെ വക്രമുഖ പരപ്പളവ് എന്ന് പറയുന്നത് 2πr² ആണ്. അതായത് 2π × 6 സ്ക്വയർ. സംശയമുണ്ടോ? 2π × 6 സ്ക്വയർ. ദാറ്റ് ഈസ് 2π × 36 72 π. അവിടെ സെന്റിമീറ്ററിലല്ലേ തന്നെ, അപ്പൊ സെന്റിമീറ്റർ സ്ക്വയർ. 72 π സെന്റിമീറ്റർ സ്ക്വയർ. ഇനി വാട്ട് ഈസ് ദ സർഫസ് ഏരിയ ഓഫ് ദ സോളിഡ്? സോളിഡ് എന്ന് പറയുന്നത് ഈ കാണുന്ന മൊത്തം സോളിഡിന്റെ, അതായത് കോണും ഹെമിസ്ഫിയറും ചേർത്ത് വെച്ചപ്പോഴുള്ള ഇതിന്റെ ഇതാണ് ചോദിച്ചിട്ടുള്ളത്. മക്കളെ, ഇവിടെ നമുക്ക് എൽ തന്നിട്ടില്ല. സി കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക്
സി കണ്ടുപിടിക്കണമെങ്കിൽ സ്ലാൻഡ് ഹൈറ്റ് ഓഫ് കോൺ കണ്ടുപിടിക്കണം. ഓക്കെ, സ്ലാൻഡ് ഹൈറ്റ് ഓഫ് കോൺ, അതായത് വൃത്തസ്തൂപികയുടെ ചരിവ് ഉയരം കണ്ടുപിടിക്കണം. വൃത്തസ്തൂപികയുടെ ചരിവ് ഉയരം എൽ എത്രയാണ്? എൽ എത്രയാ മക്കള് പറ? എൽ ഈസ് ഈക്വൽ ടു നമുക്കറിയാം ആർ സ്ക്വയർ പ്ലസ് എച്ച് സ്ക്വയർ ഇസ് ഈക്വൽ ടു എൽ സ്ക്വയർ ഇസ് ഈക്വൽ ടു ആർ സ്ക്വയർ പ്ലസ് എച്ച് സ്ക്വയർ. ആർ എന്ന് പറയുന്നത് 6 ആണ്. 6 സ്ക്വയർ പ്ലസ് 8 സ്ക്വയർ ഇസ് ഈക്വൽ ടു എൽ സ്ക്വയർ. എൽ സ്ക്വയർ ഇസ് ഈക്വൽ ടു 36ഉം 64ഉം കൂട്ടിയാൽ 100 ആണ്. അതിൽ നിന്ന് എൽ എന്ന് പറയുന്നത് √100, ദാറ്റ് ഈസ് ഈക്വൽ ടു 10 സെന്റിമീറ്റർ. എൽ എന്ന് പറയുന്നത് 10 സെന്റിമീറ്റർ. അതിൽ നിന്ന് നമുക്ക് കിട്ടും കർവ്ഡ് സർഫസ് ഏരിയ ഓഫ് കോൺ. കോണിന്റെ കർവ്ഡ് സർഫസ് ഏരിയ എന്ന് പറയുന്നത് പൈ ആർ എൽ ആണ്. പൈ ഇൻറ്റു 6 ഇൻറ്റു 10, that is 60 pi centimeter square. 60 pi centimeter square. ഇവിടെ നിങ്ങളോട് ചോദിച്ചത് ടോട്ടൽ സർഫസ് ഏരിയ. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കണം, ബേസ് ഏരിയ നമ്മൾ നോക്കണ്ട. കാരണം എന്താ? ഈ അർദ്ധഗോളത്തിന്റെ ബേസും കോണിന്റെ ബേസും തമ്മിൽ ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ ബേസ് ഇല്ല. രണ്ട് ബേസും കൂടെ ഒട്ടിച്ചിട്ടാണ് നമ്മളുടെ സോളിഡ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പം നമുക്ക് അതിന്റെ ഉപരിതല പരപ്പളവ്, നമ്മളോട് ചോദിച്ചത് എന്താണ്? ഉപരിതല പരപ്പളവാണ്. അത് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ദാറ്റ് ഈസ് CSA ഓഫ് കോൺ പ്ലസ് CSA ഓഫ് ഹെമിസ്ഫിയർ. അത് രണ്ടും നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇത് 60 പൈ ആണ്, ഇത് 72 പൈ ആണ്. രണ്ടും കൂടെ കൂട്ടിയാൽ 132 പൈ സെന്റിമീറ്റർ സ്ക്വയർ. 132 പൈ സെന്റിമീറ്റർ സ്ക്വയർ. ഓക്കെ ആണോ? ഒന്ന് 72ഉം ഒന്ന് 60ഉം രണ്ടും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ 132 പൈ സെന്റിമീറ്റർ സ്ക്വയർ. ഓക്കെ ആണല്ലോ. ഇനി the total surface area of a solid sphere is 40 centimeter square. അതായത് 4 pi r square എന്ന് പറയുന്നത് 40 centimeter square ആണ്. 4 pi r square 40 centimeter square ആണെങ്കിൽ എന്റെ ചോദ്യം എത്രയേ ഉള്ളൂ? എത്രയാണ് pi r square? 4 pi r square 40 centimeter ആണെങ്കിൽ pi r square 40 divided by 4, that is equal to 10. ശരിയല്ലേ? 10 ആണ്. അങ്ങനെയാണെങ്കിൽ ഈ സ്ഫിയറിനെ നമ്മൾ 2 ഹെമിസ്ഫിയർ ആക്കിയിട്ടുണ്ട്. ഓക്കെ, വാട്ട് ഈസ് എ ഫ്ലാറ്റ് സർഫസ് ഏരിയ? ഫ്ലാറ്റ് സർഫസിന്റെ ഏരിയ എന്ന് പറയുന്നത് അതിന്റെ ബേസ് ഏരിയ ആണ് ചോദിച്ചത്. അതാണ് പൈ ആർ സ്ക്വയർ. ഓക്കെ ആണോ? കർവ്ഡ് സർഫസ് ഏരിയ. കർവ്ഡ് സർഫസ് ഏരിയ ചോദിച്ചിട്ടുണ്ട്. വക്രമുഖ പരപ്പളവ്. വക്രമുഖ പരപ്പളവ് എന്ന് പറയുന്നത് കാണാനുള്ള ഇക്വേഷൻ എന്താ? നമുക്കറിയാം 2 pi r സ്ക്വയർ. 2 pi r സ്ക്വയർ 2 pi r സ്ക്വയർ എന്ന് പറയുമ്പോൾ 2 into 10, that is equal to 20 centimeter square. 20 centimeter square. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ടോട്ടൽ സർഫസ് ഏരിയ? അത് നിങ്ങൾക്കറിയാം 3 pi r സ്ക്വയർ ആണ്. 3 into 10, that is 30 centimeter square. 30 centimeter square എന്ന് നിങ്ങൾക്ക് ആൻസർ കിട്ടും. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഈ ഒരു ക്വസ്റ്റ്യനിലേക്ക് വരുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, ഇതിന്റെ മുഴുവൻ ഹൈറ്റ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. എത്രയാണ്? ടോട്ടൽ ഹൈറ്റ് 12 മീറ്റർ ആണ്. 12 മീറ്റർ. ഈ ഡയമീറ്റർ എന്ന് പറയുന്നത് നിങ്ങൾക്ക് തന്നിട്ടുണ്ട് 6 മീറ്റർ ആണ്. 6 മീറ്റർ ആണ് ഇതിന്റെ ഡയമീറ്റർ എങ്കിൽ ഇതിന്റെ റേഡിയസ് എന്ന് പറയുന്നത് എത്രയാടാ? റേഡിയസ് 3 മീറ്റർ. അതല്ലേ താഴോട്ട് ഉണ്ടാവുക? ഇവിടെ നിങ്ങോട്ട് 3 മീറ്റർ. ശരിയല്ലേ? 3 മീറ്റർ. ഇനി ഈ കാണുന്ന സിലിണ്ട്രിക്കൽ പാർട്ടിന്റെ ഹൈറ്റ് 6 മീറ്റർ ആണ്. ഓക്കെ, 6 മീറ്റർ. അങ്ങനെയാണെങ്കിൽ കോണിന്റെ ഹൈറ്റ് എത്രയാ? ഈ കോണിന്റെ ഹൈറ്റ് ഒരു കൺഫ്യൂഷനും വേണ്ട മക്കളെ, സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഈ കാണുന്ന 3 സോളിഡ്സ് ചേർത്ത് വെച്ചിട്ടുള്ള ബോയിലർ. അതായത് നിങ്ങൾക്ക് ഇവിടെ ഒരു അർദ്ധവൃത്തം കാണാം. ശരിയല്ലേ? നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കണം. ശ്രദ്ധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് വളരെ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. നോക്കിക്കോ, ഇവിടെ ഇതിന്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് 6 സെന്റിമീറ്റർ ആണെങ്കിൽ റേഡിയസ് എത്രയാ? റേഡിയസ് എന്ന് പറയുന്നത് നമുക്കറിയാം 3 മീറ്റർ ആണ്. കാരണം ഡയമീറ്റർ 6 മീറ്റർ ആണെങ്കിൽ റേഡിയസ് എന്ന് പറയുന്നത് 3 മീറ്റർ ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ഇവിടുന്ന് താഴേക്കുള്ള ഹൈറ്റ് 3 മീറ്റർ ആണ്. ഓക്കെ ആണോ? ഇവിടുന്ന് താഴേക്കുള്ള ഹൈറ്റ് 3 മീറ്റർ ആണ്.
ഡയമീറ്റർ 6 മീറ്റർ ആണെങ്കിൽ റേഡിയസ് 3 മീറ്റർ. അതല്ലേ അവിടുന്ന് ഹെമിസ്ഫിയറിന്റെ റേഡിയസ് 3 മീറ്റർ. ഓക്കെ ആണോ? ഇനി സിലിണ്ട്രിക്കൽ ആയിട്ടുള്ള പാർട്ടിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് മക്കൾക്ക് തന്നിട്ടുണ്ട് 6 മീറ്റർ. ടോട്ടൽ 12 മീറ്റർ ആണെങ്കിൽ ഈ കോണിന്റെ ഹൈറ്റ് എത്രയാ? അത് 3 മീറ്റർ ആയിരിക്കും. കോണിന്റെ ഹൈറ്റ് ഓഫ് ദ കോൺ, സ്തൂപികയുടെ ഉയരം എന്ന് പറയുന്നത് 3 മീറ്റർ ആയിരിക്കും. 3 മീറ്റർ. ഇനി ഈ ബോയിലറിന്റെ അകത്ത് എത്ര വെള്ളം കൊള്ളും എന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ? അതായത് ബോയിലറിന്റെ ഉള്ളളവ് എത്ര ലിറ്റർ ആണ് എന്നുള്ളതാണ് നമ്മളോടുള്ള ചോദ്യം. എങ്ങനെ കണ്ടുപിടിക്കും? അതിന് നമ്മൾ വോളിയം ഓഫ് ബോയിലർ കണ്ടുപിടിക്കണം. അത് കണ്ടുപിടിക്കാൻ ആദ്യം ഹെമിസ്ഫിയറിന്റെ വോളിയം കാണണം അല്ലെ? അതിനോട് നമ്മൾ വോളിയം ഓഫ് സിലിണ്ടർ കൂട്ടണം. അതിനോട് നമ്മൾ വോളിയം ഓഫ് കോണ് കൂട്ടണം. ഈ 3 സോളിഡ്സിന്റെയും വോളിയം കണ്ടിട്ട് കൂട്ടണം. ഹെമിസ്ഫിയറിന്റെ വോളിയം കാണാൻ ഇക്വേഷൻ 2/3 ഇൻറ്റു പൈ ഇൻറ്റു ആർ ക്യൂബ്. ആർ എത്രയായിരുന്നു? ഇവിടെ നോക്കുക, റേഡിയസ് 3 ആണ്. സോ 3 ക്യൂബ് പ്ലസ് അടുത്ത നോക്കുക സിലിണ്ടറിന്റെ വോളിയം പൈ ഇൻറ്റു ആർ സ്ക്വയർ. ആർ എന്ന് പറയുന്നത് 3 ആണ്. 3 സ്ക്വയർ ഇൻറ്റു ഹൈറ്റ് എത്രയാടാ? ഹൈറ്റ് 6. ശരിയല്ലേ? ഹൈറ്റ് 6 പ്ലസ് ഈ കാണുന്ന കോണിന്റെ വോളിയം 1/3 ഇൻറ്റു പൈ ഇൻറ്റു ആർ സ്ക്വയർ എച്ച്. 3 ഇൻറ്റു എച്ച് 3 ആണ് അല്ലേ? 3 സ്ക്വയർ ഇൻറ്റു എച്ച്. ആലോചിച്ച് നോക്ക്, കോണിന്റെ ഹൈറ്റ് 3 ആണെന്ന് നമുക്കറിയാം. 3 സ്ക്വയർ പൈ ഇൻറ്റു 3 സ്ക്വയർ ഇൻറ്റു ഹൈറ്റ് 3. അപ്പോ ഈ 1/3 ഈ 3 നമുക്ക് ക്യാൻസൽ ചെയ്യാം. 1/3ന്റെ 3 ആ 3 നമുക്ക് ക്യാൻസൽ ചെയ്യാം. ഇതാ ഈ 3 ഈ 3 ക്യൂബും ക്യാൻസൽ ചെയ്താൽ ഇവിടെ എന്താകും? ഇവിടെ 3 സ്ക്വയർ ആവും. സോ 2 ഇൻറ്റു 3 സ്ക്വയർ. 3ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് 18 ആണ്. സോറി, 3ന്റെ സ്ക്വയർ 9 ആണ്. 9നെ 2 കൊണ്ട് ഗുണിച്ചാൽ 18 പൈ പ്ലസ് 3 സ്ക്വയർ ഇൻറ്റു 6. 3ന്റെ സ്ക്വയർ 9. 9 6 54 പൈ പ്ലസ് 3 സ്ക്വയർ 9 പൈ. ഓക്കെ ആണോ? ഇതെല്ലാം കൂടെ കൂട്ടിയാൽ എത്രയാ മക്കൾ? നോക്ക്, 18ഉം 54ഉം 9ഉം കൂട്ടിക്കഴിഞ്ഞാൽ 81 പൈ. 81 പൈ. അങ്ങനെയാണെങ്കിൽ ശ്രദ്ധിക്കണേ, വോളിയം ഓഫ് ബോയിലർ is equal to 81 ഇൻറ്റു 3.14 മീറ്റർ ക്യൂബ്. ഇത്രയും മീറ്റർ ക്യൂബ് ആണ്. ഇതിനെ നിങ്ങള് മക്കളെ ശ്രദ്ധിച്ചോ, എമൗണ്ട് ഓഫ് വാട്ടർ ഇതിൽ കൊള്ളുന്ന അല്ലെങ്കിൽ ഇതിന്റെ കപ്പാസിറ്റി കാണാൻ എന്താ ചെയ്യേണ്ടത്? കപ്പാസിറ്റി ഓഫ് ബോയിലറിന്റെ കപ്പാസിറ്റി കാണാൻ 1 മീറ്റർ ക്യൂബ് എന്ന് പറഞ്ഞാൽ 1000 ലിറ്റർ ആണ്. 1 മീറ്റർ ക്യൂബ് എന്ന് പറഞ്ഞാൽ 1000 ലിറ്റർ ആണ്. സോ 81 ഇൻറ്റു 3.14 ഇൻറ്റു 1000 ലിറ്റർ. ഇതൊന്ന് ഗുണിച്ചിട്ട് കിട്ടുന്ന ആൻസർ എത്രയാണെന്ന് നിങ്ങൾ കമന്റ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഈ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കൂടെ ഇതിന്റെ ആൻസറിനോടൊപ്പം നിങ്ങൾ കമന്റ് ചെയ്യണമെന്ന് റിക്വസ്റ്റ് ചെയ്യാണ്. ഈ വീഡിയോ നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനും നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് ഇന്ന് 7 മണിക്കാണ് നമ്മളുടെ ലൈവ്. നിങ്ങൾ എല്ലാവരും ഉണ്ടാവണം. ഗംഭീരമായിട്ട് നമുക്ക് പഠിക്കാം. അടിപൊളിയായിട്ട് തന്നെ പഠിച്ചുകൊണ്ട് നമുക്ക് നാളത്തെ മാത്സ് എക്സാം തകർക്കേണ്ടതുണ്ട്. നമുക്ക് എല്ലാവർക്കും A+ തന്നെ മാത്സിൽ ഉറപ്പിക്കേണ്ടതുണ്ട്. നമുക്ക് വീണ്ടും കാണാം. അതുവരയ്ക്കും ബൈ.